സൗദി അറേബ്യയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഡെന്റൽ ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. സ്വദേശി ഡോക്ടർമാർക്ക് തൊഴിലവസരം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് തൊഴിൽ സാമൂഹിക വികസനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡെന്റൽ ഡോക്ടർ തസ്തികയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് പൂർണ്ണമായും നിർത്തിവെക്കാനാണ് തൊഴിൽ സാമൂഹികകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് ഡെന്റൽ ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വിസ അനുവദിക്കില്ല. ആരോഗ്യ മേഖലയിലെ സ്വദേശിവൽക്കരണം വിശകലനം ചെയ്യാൻ തൊഴിൽ വകുപ്പും ആരോഗ്യവകുപ്പും ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് വിദേശ ഡെന്റൽ ഡോക്ടർമാരുടെ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. തൊഴിൽ സാമൂഹിക വികസന മന്ത്രി ഡോക്ടർ അലി അൽ ഗഫീസ്, ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബീഅ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് തലവന്മാർ പങ്കെടുത്ത ശില്പശാലയും നടന്നു. സ്വകാര്യ ആരോഗ്യ മേഖലയിൽ കൂടുതൽ സ്വദേശികളെ നിയമിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് തൊഴിൽ മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും പദ്ധതി നടപ്പിലാക്കും. ആരോഗ്യമേഖലയിൽ സ്വദേശികളെ പ്രാപ്തരാക്കുന്നതിന് പരിശീലന കേന്ദ്രങ്ങളും സ്ഥാപിക്കും. ശില്പശാലയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് ഇരു മന്ത്രാലയങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതി രൂപീകരിക്കാനും ധാരണയായി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സൗദി അറേബ്യയിൽ സർക്കാർ സർവീസിൽ 70,000 വിദേശികൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് സിവിൽ സർവീസ് സഹമന്ത്രി. ദേശീയ പരിവർത്തന പദ്ധതിയുടെ ഭാഗമായി 2020 സർക്കാർ സർവീസിൽ വിദേശ ജീവനക്കാരെ പരമാവധി കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമായി നടപ്പിലാക്കുന്നതിനിടെയാണ് സർക്കാർ സർവീസിൽ 70,000-ലേറെ വിദേശികൾ ജോലി ചെയ്യുന്നതായി സിവിൽ സർവീസ് മന്ത്രാലയം വെളിപ്പെടുത്തിയത്. സർക്കാർ സർവീസിലെ വിദേശികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കുന്നതിന് ശ്രമം തുടങ്ങി. ഇത് സംബന്ധിച്ച് സിവിൽ സർവീസ് മന്ത്രാലയം നടത്തിയ ശില്പശാലയിലാണ് സർക്കാർ സർവീസിലെ വിദേശികളുടെ സാന്നിധ്യം മന്ത്രി വെളിപ്പെടുത്തിയത്. സർക്കാർ സർവീസിലുള്ള 70,025 വിദേശികളിൽ 98% ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളിലാണ് ജോലി ചെയ്യുന്നത്. സർക്കാർ സ്കൂളുകളിൽ 3,352 വിദേശികളും ആരോഗ്യ മേഖലയിൽ 48,973 വിദേശികളും ജോലി ചെയ്യുന്നുണ്ട്. സർവകലാശാലകളിൽ 15,844 വിദേശികളും ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് കോർപ്പറേഷന് കീഴിലെ സാങ്കേതിക തൊഴിൽ പരിശീലന സ്ഥാപനങ്ങളിൽ 881 വിദേശികളും ജോലി ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഉന്നത ബിരുദധാരികളായ സ്വദേശികൾ തൊഴിൽ രഹിതരായി തുടരുന്നതിനിടെ സർക്കാർ സർവകലാശാലകൾ വിദേശങ്ങളിൽ നിന്ന് അധ്യാപകരെ റിക്രൂട്ട് ചെയ്യുന്നത് വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. എന്നാൽ സർവകലാശാലകളിലെ ഒഴിവുകളിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകുമെന്നും വിദേശികളുടെ പരിചയസമ്പത്ത് പ്രയോജനപ്പെടുത്തുന്നത് തുടരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ഈസ വ്യക്തമാക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ഹോളിവുഡ് സിനിമകളിലെ സ്പെഷ്യൽ ഇഫക്റ്റുകൾ തയ്യാറാക്കുന്നത് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും വേദിയൊരുക്കി ഷാർജ. ഇവിടെയുള്ള ഫൺ എന്ന പ്രസ്ഥാനമാണ് വേറിട്ട ദൃശ്യാനുഭവം ഒരുക്കിയത്. ഹോളിവുഡ് സിനിമകളിലെ ഹൊറർ ആക്ഷൻ സിനിമകളിൽ കാണുന്ന ദൃശ്യങ്ങൾ ഒരുക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നതായിരുന്നു പ്രദർശനം. സിനിമകളിലെ സ്പെഷ്യൽ ഇഫക്റ്റും ആക്ഷൻ രംഗങ്ങളും ചിത്രീകരിക്കുന്നത് എങ്ങനെയെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരമാണ് കുട്ടികൾക്കും യുവാക്കൾക്കും ഷാർജ കേന്ദ്രമായ ഫൺ എന്ന സംഘടനയും ഷാർജ ടിവിയും ചേർത്തൊരുക്കിയത്. ക്യാമറ ട്രിക്കുകൾ പഠിക്കാനും മറ്റും അവസരവും സ്പെഷ്യൽ ഇഫക്റ്റ് ഇവന്റിൽ ഒരുക്കിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഷാർജ. ഫോബ്സ് മാഗസിൻ അറബ് ലോകത്തെ ആദ്യ 100 വ്യവസായ പ്രമുഖരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. ദി വെസ്റ്റിൻ ദുബായ് മിന സഹായി ബീച്ച് റിസോർട്ട് ആൻഡ് മെറീന ദുബായിൽ നടന്ന ചടങ്ങിൽ UAE ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ പട്ടിക പ്രകാശനം ചെയ്തു. റീറ്റെയിൽ, ഇൻഡസ്ട്രിയൽ, ആരോഗ്യരംഗം, ബാങ്കിംഗ്, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച പ്രമുഖരാണ് പട്ടികയിലുള്ളത്. നിരവധി പ്രമുഖ മലയാളികൾ ഉൾപ്പെട്ട പട്ടികയിൽ ലുലു ഗ്രൂപ്പ് MD MA യൂസഫ് അലിയാണ് 1ാം സ്ഥാനത്ത്. ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പിന്റെയും 2014 ഹോൾഡിംഗ്സിന്റെയും MD അദീബ് അഹമ്മദ്, RP ഗ്രൂപ്പ് MD രവി പിള്ള, VPS ഹെൽത്ത് കെയർ സ്ഥാപകനും MDയുമായ ഡോക്ടർ ഷംസീർ വയലിൽ, ആസ്റ്റർ DM ഹെൽത്ത് കെയർ MDയും ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ എന്നിവർ പട്ടികയിൽ ഇടം നേടിയ മലയാളി വ്യവസായികളാണ്. UAEയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാമ്പഴോത്സവത്തിന് തുടക്കമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങളും അനുബന്ധ ഉൽപ്പന്നങ്ങളുമാണ് ലുലു അവതരിപ്പിക്കുന്നത്.
ഇന്ത്യയിലെ ഉണ്ണി മാങ്ങ മുതൽ വിയറ്റ്നാമിലെ വലിയ മാങ്ങ വരെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. മാമ്പഴോത്സവത്തിൽ 6 ദിർഹം മുതൽ 20 ദിർഹം വരെ കിലോയ്ക്ക് വിലയുള്ള മാങ്ങകളാണ് പരിചയപ്പെടുത്തുന്നത്. ദുബായ് ഗിസേസ് ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന വിൽപ്പനമേള ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ ഉദ്ഘാടനം ചെയ്തു. I'm very happy first of all that Lulu supermarkets, hypermarkets are doing this mango festival. Mango of course is the king of fruits as we say in India, and Lulu has brought so many varieties from India of mangoes. It's very heartening to see. ജൈവ കൃഷിയിലൂടെ വിളയിച്ച ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴ വർഗ്ഗങ്ങളായ അൽഫോൺസ, നീലം, മല്ലിക എന്നിവയ്ക്കാണ് ഏറെ ആവശ്യക്കാരുള്ളത്. This time we morely concentrated on organic mangoes introduced in this market. More than 50 varieties of mangoes we are introducing today in this market, and a lot of varieties are coming on the way, and a lot of products we are innovative ideas for a lot of food stuff, the takeaways and the chats and all things we have prepared for the mango festival endeavors. മാങ്ങ കൊണ്ടുണ്ടാക്കിയ അച്ചാർ മുതൽ കേക്ക് വരെ ലുലു വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നു. മാംഗോ പാഷൻ എന്ന പേരിലുള്ള മാമ്പഴങ്ങളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന ഈ മാസം 17 വരെ യുഎയിലെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും നീണ്ടു നിൽക്കും. മാതൃഭൂമി ന്യൂസ്, ദുബായ്. വിലയിലും സവിശേഷതകളിലും ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്പോർട്സ് കാർ ബുഗാട്ടി പുറത്തിറക്കി. 1500 കുതിരശക്തിയുള്ള ബുഗാട്ടി ഷിറോൺ UAE മാർക്കറ്റിൽ സ്വന്തമാക്കാൻ 10 ബില്യൺ UAE ദിർഹം മുടക്കണം. വിനിമയ നിരക്ക് നോക്കിയാൽ ഏതാണ്ട് 18 കോടി രൂപയാണ്. ബുഗാട്ടിയുടെ ഏറ്റവും പുതിയ സൂപ്പർ സ്പോർട്സ് കാറാണ് ഷിറോൺ. 1500 കുതിരശക്തിയുള്ള കാറിന് പുതിയതായി വികസിപ്പിച്ച W16 എഞ്ചിനാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 2.5 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗതയിലേക്ക് ഷിറോണിന് കുതിക്കാനാകും. 2.1 സെക്കൻഡിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ബുഗാട്ടിയെ ബ്രേക്കിട്ട് നിർത്താം. സുരക്ഷയും ആഡംബരവും നിറഞ്ഞ ബുഗാട്ടി ഷിറോണിന് UAE ഷോറൂമിൽ അടിസ്ഥാന വില 10 മില്യൺ ദിർഹമാണ്. വിനിമയ നിരക്കിൽ ഏതാണ്ട് 18 കോടി രൂപ. ഇന്ത്യയിലേക്ക് ബുഗാട്ടി ഷിറോൺ എത്തണമെങ്കിൽ തുക ഇരട്ടിയിലധികമാകും. We have done 2 tours through India, one in Mumbai and the area, and another one in Delhi with the previous car, with the Veyron. And we haven't sold any car in India, but we have sold many cars to Indian people. 500 കാറുകൾ മാത്രമാണ് ബുഗാട്ടി കമ്പനി നിർമ്മിക്കുക. ഇതിൽ പകുതിയോളം വിറ്റഴിഞ്ഞു കഴിഞ്ഞു. 2 പേർക്കിരിക്കാവുന്ന കാറിന് വിവിധ പ്രതലങ്ങളിൽ സാഹചര്യങ്ങളിൽ ഓടിക്കാൻ കഴിയുന്ന വിധത്തിൽ 5 വ്യത്യസ്ത മോഡുകളുണ്ട്. 2 ടൺ ഭാരമുള്ള കാറിന്റെ വേഗത മണിക്കൂറിൽ 430 കിലോമീറ്ററിൽ നിജപ്പെടുത്തിയിരിക്കുന്നു. ആഡംബരത്തിന്റെ സ്പോർട്സ് കാറിന് ഇന്ധനം അല്പം കൂടുതൽ വേണം. 100 കിലോമീറ്റർ ബുഗാട്ടി ഷിറോണിൽ പറക്കാൻ 38 ലിറ്റർ പെട്രോളാണ് വേണ്ടത്. ബുഗാട്ടി ഷിറോണിന്റെ ഏറ്റവും വലിയ മാർക്കറ്റും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തന്നെ. 10 മില്യൺ UAE ദിർഹം. ലോകത്തിലെ തന്നെ ഏറ്റവും വിലയുള്ള കാറായ ബുഗാട്ടി ഷിറോൺ ഇനി UAEയിലെ റോഡുകളിലും. ക്യാമറമാൻ ജോബിൻ ഇഗ്നീഷ്യസിനൊപ്പം ഐപു വള്ളികാടൻ, മാതൃഭൂമി ന്യൂസ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യാഴാഴ്ച പുലർച്ചെ ഖത്തറിലെത്തും. ഇൻകാസ് ഖത്തറിന്റെ കുടുംബസംഗമത്തിൽ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. MES ഇന്ത്യൻ സ്കൂൾ KG ഹാളിൽ വെള്ളിയാഴ്ച വൈകിട്ട് 5-നാണ് കുടുംബസംഗമം. 6 വർഷത്തിനു ശേഷം ദോഹയിലെത്തുന്ന ഉമ്മൻചാണ്ടിയെ വരവേൽക്കാനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇൻകാസ് പ്രസിഡന്റ് KK ഉസ്മാൻ, KV ബോബൻ, അൻവർ സാദത്ത്, അബ്ദുൾ മജീബ് പാലക്കാട് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തുന്ന ഉമ്മൻചാണ്ടി ഹമദ് ജനറൽ ആശുപത്രി, ദേശീയ അർബുദ ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളും സന്ദർശിക്കും. സൗദി അറേബ്യയിലെ മസ്ജിദുകളിൽ ബാങ്കു വിളിക്കും പ്രാർത്ഥനയ്ക്കുമിടയിലെ സമയം 5 മിനിറ്റായി കുറയ്ക്കുന്നത് പഠിക്കണമെന്ന് ഷൂറ കൗൺസിൽ ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട് ഷൂറ കൗൺസിൽ വിശകലനം ചെയ്യുന്നതിനിടെയാണ് നിർദ്ദേശം നൽകിയത്.
അഞ്ചാം പനി, മീസിൽസ്, മുണ്ടിനീർ തുടങ്ങിയ രോഗങ്ങൾ ഒമാനിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പയിനുമായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം. സൗജന്യമായ ഈ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഒന്നാം ഘട്ടം ഈ മാസം 14-ന് ആരംഭിക്കുമെന്ന് ഒമാൻ ആരോഗ്യമന്ത്രി അറിയിച്ചു. രോഗബാധ വർദ്ധിച്ച സാഹചര്യത്തിലാണ് അഞ്ചാം പനി, മീസിൽസ്, മുണ്ടിനീര് എന്നിവയെ പ്രതിരോധിക്കുന്നതിനുള്ള കുത്തിവയ്പ്പ് ദേശീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ താമസിച്ചു വരുന്ന 20 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള സ്വദേശികളും ഒപ്പം വിദേശികളായ സ്ഥിരതാമസക്കാരും പ്രതിരോധിക്കുന്നതിനുള്ള കുത്തിവയ്പ്പ് നിർബന്ധമായും എടുത്തിരിക്കണം. ഇതിനായി ഒമാനിലുടനീളം പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പയിനുകൾ അടുത്തയാഴ്ച ആരംഭിക്കും. 2 ഘട്ടങ്ങളിലായാണ് ക്യാമ്പയിൻ നടക്കുക. ഈ മാസം 14 മുതൽ 20 വരെ നടക്കുന്ന ആദ്യഘട്ടം ദോഫാർ, അൽവുസ്ത ഗവർണറേറ്റുകളിലാണ് നടക്കുക. രണ്ടാം ഘട്ടം മറ്റ് ഗവർണറേറ്റുകളിലുമായി നടക്കും. കൂടുതൽ രോഗബാധകൾ കഴിഞ്ഞ മാസങ്ങളിലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രാലയം പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പയിനുമായി മുന്നിട്ടിറങ്ങിയത്. കഴിഞ്ഞ വർഷം 114 രോഗബാധയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ വർഷം ഇതുവരെ 44 കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും ഒമാനിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതാണ് രാജ്യത്ത് രോഗബാധ കൂടാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുത്തിവയ്പ്പ് ലഭ്യമാകുന്ന ഹെൽത്ത് സെന്ററുകളുടെയും വാക്സിനേഷൻ സെന്ററുകളുടെയും പട്ടിക വൈകാതെ പ്രഖ്യാപിക്കും. പ്രതിരോധ ക്യാമ്പയിൻ സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടികൾ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. ചികിത്സയും ആരോഗ്യ സേവനങ്ങളും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ യൂണിവേഴ്സൽ ഹോസ്പിറ്റലും ദുബായ് ഫസ്റ്റും ധാരണയിലായി. യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ MD ഷബീർ നെല്ലിക്കോടും ദുബായ് ഫസ്റ്റ് CEO അമിത് തൽഗേരിയും ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ദുബായ് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് ഹോസ്പിറ്റൽ ഔട്ട് പേഷ്യന്റ് ചികിത്സയ്ക്കും മറ്റ് നടപടിക്രമങ്ങൾക്കും 500 ദിർഹം വരെ ഇളവ് നൽകുമെന്ന് യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ MD അറിയിച്ചു. UAE ദാനവർഷാചരണത്തിന്റെ ഭാഗമായുള്ള ഹോസ്പിറ്റലിന്റെ ആദ്യ പദ്ധതിയാണിതെന്നും ഡോക്ടർ പറഞ്ഞു. കാർഡ് ഉപഭോക്താക്കൾക്ക് ചികിത്സാ ചെലവ് തവണകളായി അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. ദുബായ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് പ്രഭാകർ ഡേവിഡ്, CEO അമിത് തൽഗേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രവാസികളുടെ സംഘടനയായ പ്രോഗ്രസീവ് ഗുരുവായൂർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. 2017 മെയ് 12 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ അബുദാബി കേരള സോഷ്യൽ സെന്ററിലാണ് പരിപാടി. ഫെസ്റ്റിന്റെ ഭാഗമായി കുടുംബസംഗമവും 40 വർഷത്തെ പ്രവാസം പിന്നിട്ടവരെ ആദരിക്കൽ ചടങ്ങും തുടർന്ന് സാംസ്കാരിക സദസ്സും അരങ്ങേറും. രാത്രി 8 മണിക്ക് പ്രശസ്ത സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ ഷഹബാസ് അമന്റെ ഗസൽ സന്ധ്യയും നടക്കും. ഇടവേള.